അല്ല, തടയാനുള്ള കാരണങ്ങളൊന്നും ഇപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവരവിടെ പോലീസിനെ കൂട്ടി അവിടെ പണി നടക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ഇതിന് പെർമിഷൻ തരാൻ പറ്റില്ല, നിർത്തിവെക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കത് തരുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർ പറയുമായിരിക്കും. അപ്പം അവിടെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മേളനം അവിടെ നടക്കുന്നത്. അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടാണോ അതോ സർക്കാരിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെടുത്തിരിക്കുന്ന നിലപാടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങൾ, ആ ആധ്യാത്മിക സംഗമത്തിൻ്റെ വലിയൊരു പശ്ചാത്തലം പൂർവികമായിട്ട് ഭാരതത്തിനുള്ളത് ഇത്തരം കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ തന്നെ ഇത് നടന്നിരുന്നത് 270 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർത്തലാക്കിയിട്ടുള്ള സംഗമമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച പോലെ ആണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് കളക്ടറുടേതായിട്ടുള്ള സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി. എന്തു തന്നെ സാഹചര്യമാണെങ്കിലും അത് ഹിന്ദുധർമ്മത്തിൻ്റെ ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള പരമ്പരകളുടെ ഒരു ധർമ്മമാണ് മാഘം ചെയ്യുക എന്നുള്ളത്. ആ മാഘം അവിടെ ഭംഗിയായി തന്നെ നടക്കും. അതിൻ്റെ കാര്യക്രമങ്ങൾ നിശ്ചയിച്ച പോലെ തന്നെ നടക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയുടെ തീരുമാനം. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.